ഹായ്. ഈ അടുത്ത് നെതർലാൻഡ്സിലെ നോട്ടർഡാമിൽ വെച്ചൊരു വേൾഡ് ഹൈഡ്രജൻ സമ്മിറ്റ് ആൻഡ് എക്സിബിഷൻ നടക്കുകയുണ്ടായി. ഇതിൽ ഇന്ത്യ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പവലിയൻ അവിടെ ഉണ്ടായിരുന്നു. മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയാണ് ഈ പവലിയൻ ഓർഗനൈസ് ചെയ്തത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ഗ്രീൻ ഹൈഡ്രജൻ സെക്ടറിൽ നമ്മുടെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് അവിടെ പറയുകയുണ്ടായി. നമുക്കൊരു മിഷനുണ്ട്. ആ മിഷൻ്റെ പേര് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എന്നാണ്. അപ്പോൾ ഈ മിഷൻ കൊണ്ടുവരുന്നത് 2023 ജനുവരിയിലാണ്. അപ്പോൾ സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പോൾ എമിഷനൊക്കെ ഒരുപാട് കൂടുതലാണ്. കാർബൺ എമിഷൻ്റെയൊക്കെ ഭാഗമായിട്ട് ഫോസിൽ ഫ്യൂൽസ് ഒക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ നിന്നൊക്കെ കാർബൺ എമിഷൻ്റെ ഭാഗമായിട്ട് ഗ്ലോബൽ വാർമിംഗ് അധികമായിട്ട് വരുന്നുണ്ടെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഫോസിൽ ഫ്യൂൽസ് ഒക്കെ ഒന്ന് കുറച്ചിട്ട് റിന്യൂവബിൾ എനർജി യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഹൈഡ്രജൻ ഫ്യൂവൽ കൂടി നിർമ്മിച്ചെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. കാരണം ഇത് നല്ല ഫ്യൂവൽ എഫിഷ്യൻസി ഉള്ള സാധനമാണ് ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈഡ്രജൻ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഗ്രീൻ ഹൈഡ്രജൻ എന്നുള്ള പേരൊക്കെ വരുന്നത്. പല ഹൈഡ്രജൻ കേട്ടിട്ടുണ്ടാവും. ഗ്രീൻ ഹൈഡ്രജൻ, ഗ്രേ ഹൈഡ്രജൻ, ബ്രൗൺ ഹൈഡ്രജൻ, ബ്ലൂ ഹൈഡ്രജൻ, പിങ്ക് ഹൈഡ്രജൻ, വൈറ്റ് ഹൈഡ്രജൻ, അങ്ങനെ ഒരുപാട് ഹൈഡ്രജൻ. നമ്മുടെ ഈ ഗ്രീൻ ഹൈഡ്രജൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള പോലെ സാധാരണ വാട്ടറിൽ നിന്നാണ് ഈ ഹൈഡ്രജൻ ഉണ്ടാക്കുന്നത്. വാട്ടറിന്റെ ഇലക്ട്രോളിസിന്റെ ഭാഗമായിട്ട് വിഘടിച്ച ഹൈഡ്രജൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ ഇലക്ട്രോളിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ് ഓഫ് എനർജി ഉണ്ടല്ലോ, ആ യൂസ് ചെയ്യുന്ന എനർജി ഒരു റിന്യൂവബിൾ എനർജി ആയിരിക്കും. അതൊരു റിന്യൂവബിൾ എനർജി ആണെങ്കിൽ മാത്രമേ ഉണ്ടായി വരുന്ന ഹൈഡ്രജനെ നമുക്ക് ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ അത്തരത്തിൽ ഏതാണ്ട് 5 മില്യൺ മെട്രിക് ടൺ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 2030 നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതോടൊപ്പം ഏതാണ്ട് 6 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നാണ് പറയുന്നത്. കൂടാതെ ഏതാണ്ട് 8 lakh crore 8 ലക്ഷം കോടി ഇൻവെസ്റ്റ്മെന്റ് ഈ മേഖലയിലേക്ക് വരുമെന്നും അങ്ങനെ വർഷം തോറും ഏതാണ്ട് 50 മില്യൺ മെട്രിക് ടൺ കാർബൺ എലിമിനേഷൻ സാധ്യമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ഈ ഫോസിൽ ഫ്യൂലുകളിൽ നിന്നൊക്കെ ഹൈഡ്രജനിലേക്ക് നമ്മൾ മാറി ചിന്തിക്കുമ്പോൾ നമ്മളെ വെളിയിലേക്ക് വിടുന്ന ഈ പറഞ്ഞ കാർബൺ എമിഷൻ ഉണ്ടല്ലോ, അതിൽ നല്ലൊരു ശതമാനം കുറവുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ശരിക്കും ഇന്ത്യ ഇപ്പോൾ ആ ഒരു ലക്ഷ്യവുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2030 ലക്ഷ്യം സാധിച്ചെടുക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി നിരന്തരം നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇന്ത്യയുടെ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ഒരു വലിയ സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്